Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA തേർഡ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ ബികോം തേർഡ് സെമസ്റ്റർ സ്റ്റുഡൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് ബിസിനസ് റെഗുലേഷൻസ്. ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 3 പാർട്ടിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് ഇതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നിർബന്ധമായും കണ്ടിരിക്കണം കേട്ടോ. ഇനി നമ്മളെപ്പോഴും ചെയ്യുന്നതാണ് ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്. നാളെ നടക്കാൻ പോകുന്ന എക്സാമിന് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, ചില കുട്ടികൾ ചിലപ്പോൾ ബുക്ക് തൊട്ടിട്ട് കുറച്ച് സമയം ആയിട്ടുണ്ടാവുള്ളൂ, അവർക്ക് പോലും പാസ്സാകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ബികോം BBA സ്റ്റുഡൻസിന് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. സോ ഇനി വരാൻ പോകുന്ന കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ്സസ് അവൈലബിൾ ആണ് ബികോം BBA സ്റ്റുഡൻസിൻ്റെ. അതുപോലെ തന്നെ 6th 4th ഇതിൻ്റെ ഒക്കെ ക്ലാസ്സസ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഇതുവരെയുള്ള റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. സോ ബിസിനസ് റെഗുലേഷൻസ് ലോ ആണ് നമുക്ക് വരുന്നത്, ലോയാണ്. സോ അതുകൊണ്ട് തന്നെ പലപ്പോഴും കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വരുന്ന ആദ്യത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ആ പറഞ്ഞ ടീമുകൾ ലോ പേപ്പർ ആയതുകൊണ്ട് തന്നെ പല ടീമുകളും അതുപോലെ തന്നെ എഴുതേണ്ട ആവശ്യം ഉണ്ടോ? പലപ്പോഴും ടീമുകൾ ഓർത്തു വയ്ക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ ഓൺ വേർഡ്സിൽ എഴുതിയാൽ പ്രശ്നമുണ്ടോ? സോ അതിനുള്ള മറുപടിയാണ് ആദ്യം പറയുന്നത്. നിങ്ങൾക്ക് ഓൺ വേർഡ്സിൽ എഴുതാം. ഇപ്പോൾ പല essay ചോദ്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹെഡിങ് കൊടുക്കുന്നു, അതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് നമ്മുടെ ഓൺ വേർഡ്സിൽ പ്രസൻറ്റ് ചെയ്യാം. ബട്ട് വല്ലാണ്ട് ഗ്യാസ് അടിച്ച് വെക്കരുത്. സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് നല്ല ലാംഗ്വേജിൽ പ്രസൻറ്റ് ചെയ്യാം, നോ പ്രോബ്ലം. ലോ പേപ്പർ ആയതുകൊണ്ട് വല്ലാണ്ടൊരു ഡീവിയേഷൻ വരരുത്. പോയിൻറ്റ്സുകൾ നോക്കിയിട്ട് തന്നെയാണ് പലപ്പോഴും മാർക്ക് നിങ്ങൾക്ക് ഇടുക. സോ ഉള്ളിൽ നിങ്ങൾക്ക് സബ്ജക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ട് തന്നെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ദെൻ നിങ്ങൾക്ക് എക്സാമിന് നല്ല മാർക്ക് ഈ ഒരു സബ്ജക്റ്റിൽ സ്കോർ ചെയ്യാൻ നിങ്ങൾ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് 2 മാർക്സിൻ്റെ ചോദ്യങ്ങളാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത്. 2 സെൻറ്റൻസ് എഴുതിയ ഫുൾ മാർക്ക് ലഭിക്കും. അങ്ങനത്തെ ചോദ്യങ്ങളിൽ പരമാവധി നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ ശ്രദ്ധിച്ചാൽ, അതുപോലെ തന്നെ എഴുതാൻ ശ്രദ്ധിച്ചാൽ, ബാലൻസ് വരുന്ന പാർട്ട് B ആവട്ടെ C ആവട്ടെ അതിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ലിബറൽ വാല്യൂവേഷൻ ആയിരിക്കും ഉണ്ടാവുക. അതങ്ങനെയാണ് വാല്യൂ ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ പാർട്ട് A എന്ന് പറയുന്നത് നിങ്ങളുടെ കച്ചിത്തുരുമ്പ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു അപ്രോച്ച്, ഈ പറയുന്ന ടീമുകൾ ഓർത്തു വയ്ക്കാൻ സാധിക്കാത്ത കുട്ടികൾ പാർട്ട് A നല്ല രീതിയിൽ സ്കോർ ചെയ്ത് ബാക്കിയുള്ളത് കയ്യിലോട്ട് മേടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമുക്ക് പാസ്സാകാൻ വേണ്ടത് 35 മാർക്കാണ്. ഇൻറ്റേർണലിൽ നമുക്കൊരു 10 മാർക്ക് മിനിമം ലഭിക്കുകയാണെങ്കിൽ ബാലൻസ് 25 മാർക്ക് എഴുതി മേടിക്കാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിലും പോസിബിളാണ്. അതിൽ ഈ ഒരു സബ്ജക്റ്റിൻ്റെ പ്രത്യേകത, റിപ്പീറ്റ് ചോദ്യങ്ങൾ ഒരുപാടാണ്. അതും മൊഡ്യൂൾ നമ്പർ 1 നിങ്ങൾ പക്കയായിട്ട് പഠിച്ചിരിക്കണം. അതിൽ നിന്നാണ് മെജോറിറ്റി ചോദ്യങ്ങൾ വരിക. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇപ്പോൾ essay ആയിട്ട് വരുന്നത് എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്ട് മിക്ക പേപ്പറിലും വരുന്നതാണ്. അതുപോലെ തന്നെ 2 മാർക്സിൻ്റെ ചോദ്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. എസ്പെഷ്യലി ഓഫർ എന്താണ്, ആക്സെപ്റ്റൻസ് എന്താണ്, വോയിഡ് എഗ്രിമെൻ്റ് എന്താണ്, വോയിഡബിൾ കോൺട്രാക്ട് എന്താണ്, കൊയേഷൻ, ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ എല്ലാ പേപ്പറിലും ഉണ്ട് കേട്ടോ. കൊയേഷൻ, ഫ്രീ കൺസെന്റ്, മിസ്റെപ്രസെൻറ്റേഷൻ, മിസ്റ്റേക്ക്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിസ്റ്റേക്ക്, ഫ്രോഡ്, ക്വാണ്ടം മെറിറ്റ്, ദെൻ കോൺട്രാക്ട് ഓഫ് സെയിൽസ്, ബെയിലർ, ബെയിലി, കോൺട്രാക്ട് ഓഫ് ബെയിൽമാൻ, ഗ്യാരണ്ടി, ഇൻഡെംനിറ്റി, അൺപെയ്ഡ് സെല്ലർ ആരാണ്, ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പിനെ പറ്റിയിട്ട്. ഇങ്ങനെ റിപ്പീറ്റ് ചോദ്യങ്ങൾ ഒരുപാട് ഈ ഒരു സബ്ജക്റ്റിൽ വരുന്നുണ്ട് എല്ലാ പേപ്പറിലും. ദെൻ കപ്പാസിറ്റി ടു കോൺട്രാക്ട്, കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് ടു കോൺട്രാക്ട് എന്താണ്, ഓക്കെ, ദെൻ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് എന്താണ്. അപ്പോൾ ഇങ്ങനെ ബേസിക് ചോദ്യങ്ങളാണ് മിക്ക പേപ്പറുകളിലും വരുന്നത്. അതും ആദ്യത്തെ ചാപ്റ്ററിലത്തെ ചോദ്യങ്ങൾ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് നമുക്ക് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് മൊഡ്യൂൾ പക്കയായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ,
ഇനി അതുകൊണ്ട് തന്നെ ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ചെയ്ത് കണ്ട് കഴിഞ്ഞാൽ തന്നെ ആദ്യത്തെ ഈ 15 ചോദ്യങ്ങൾ പാർട്ട് എയിലുള്ളതിൽ നിന്ന് നമുക്കൊരു 5 എണ്ണം മിനിമം കിട്ടാൻ ഒരു പാടുമില്ല. ഈ പറഞ്ഞ ചോദ്യങ്ങൾ തന്നെയാണ് നാളത്തെ എക്സാമിന് ഉണ്ടാവുക. ഓക്കെ, ഇനി പാർട്ട് സിയിലോട്ട് പോണ സമയത്ത് എസ് 4 എണ്ണത്തിൽ 2 എണ്ണമാണ് നമുക്ക് വേണ്ട. അത് മിക്ക പേപ്പറിലും റിപ്പീറ്റാണ്. എസ്പെഷ്യലി ഞാൻ പറഞ്ഞു എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്ട് മിക്ക പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് വരാറുണ്ട്. ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് അതും എസ് വരാറുള്ള മറ്റൊരു ചോദ്യമാണ്. ദെൻ പല ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് റിപ്പീറ്റ് ആയിട്ട് ഇപ്പോൾ കണ്ടുവരുന്നൊരു ടോപ്പിക്കാണ് അൺപെയ്ഡ് സെല്ലറിനെ പറ്റിയിട്ട്. എസ് നിർബന്ധമായി നോക്കിയിരിക്കണം. നോ കൺസിഡറേഷൻ നോ കോൺട്രാക്ട് മറ്റൊരു ചോദ്യമാണ്. അപ്പോൾ 2 എണ്ണം കിട്ടാൻ ഞാൻ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന എസ് ചോദ്യങ്ങളുടെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ടുള്ള കിട്ടും. ദെൻ ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ബെയിലർ ബെയിലി അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റൈറ്റ്സ് റിപ്പീറ്റ് ആണ്. കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി തമ്മിലുള്ള ഡിഫറൻസ് റിപ്പീറ്റ് ആയിട്ട് വരാറുള്ള മറ്റൊരു ചോദ്യമാണ്. അപ്പോൾ 4 എസ്സേയിൽ 2 എണ്ണം കിട്ടാൻ ഞാൻ വീണ്ടും പറയുന്നു ഈസിയാണ്. എസ്സേയിൽ ഞാൻ പറഞ്ഞു പോയിന്റ് ഔട്ട് ചെയ്തിട്ട് എപ്പോഴും പ്രസൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നല്ല മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ 2 എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ പാർട്ട് എയും ഫോക്കസ് ചെയ്താൽ നിങ്ങൾ നിർബന്ധമായും ഈസി ആയിട്ട് പാസ്സായിരിക്കും. ഇനി ഹൈ സ്കോറിലോട്ട് പോകണമെങ്കിൽ ഞാൻ പറഞ്ഞു പാർട്ട് ബി കൂടി നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് വരും നല്ല രീതിയിൽ. ഈ പാർട്ട് ബിയുടെ പ്രത്യേകത ഈ ഒരു സബ്ജക്റ്റിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ചോദ്യങ്ങൾ മിക്ക പേപ്പറിലും 2 or 3 ചില സമയത്ത് 4 എണ്ണം വരെ വരാറുണ്ട്. സോ അതിൽ ഡിഫറൻസ് ബിറ്റ്വീൻ കൊയേഷൻ ആൻഡ് കൊയേഷൻ അതുപോലെ തന്നെ മിസ്റെപ്രസെൻറ്റേഷൻ ഫ്രോഡ് ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡിഫറൻസ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് വോയിഡബിൾ കോൺട്രാക്റ്റും വോയിഡ് എഗ്രിമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് വെയ്ജറിങ്ങും കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് തമ്മിലുള്ള ഡിഫറൻസ് റിപ്പീറ്റ് ചോദ്യങ്ങളാണ്. കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ഗ്യാരണ്ടി തമ്മിലുള്ള ഡിഫറൻസ് 2 or 3 ചോദ്യങ്ങൾ വരും. ഓഫർ എന്താണ് കൈൻഡ്സ് ഓഫ് ഓഫർ എസെൻഷ്യൽസ് ഓഫ് ഓഫർ റിപ്പീറ്റ് ആണ്. പിന്നെ എല്ലാ പേപ്പറിലും LLPനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടാവാറുണ്ട്. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ് എല്ലാ പേപ്പറിലും ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ എന്താണ് കൗൺസിൽ പ്രൊട്ടക്ഷൻ കൗൺസിൽ സ്റ്റേറ്റ് കമ്മീഷൻ നാഷണൽ കമ്മീഷൻ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറി ചോദ്യങ്ങൾ എല്ലാ പേപ്പറിലും വരുന്നതാണ്. റൈറ്റ്സ് ഓഫ് കൺസ്യൂമർ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങൾ പാർട്ട് ബിയിലും വരുന്ന റിപ്പീറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് പാർട്ട് എയും പാർട്ട് സിയും നോക്കിക്കഴിഞ്ഞാൽ പാസ്സാകാൻ സാധിക്കും, സംശയമില്ല. ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ ഈ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു പോയിന്റ് ഔട്ട് ചെയ്താൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ എസ്സേക്ക് ഉള്ളിലുള്ളത് എഴുതണം. ബട്ട് പോയിന്റുകൾ ഞാൻ പറഞ്ഞ ചോദ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിർബന്ധമായും പാസ്സായിരിക്കും. ഫുൾ ടൈം എക്സാമുകളിൽ സ്പെൻഡ് ചെയ്യുക, എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യുക. ഡിഫറൻസ് ബിറ്റ്വീൻ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ വരച്ച് മാത്രം പ്രസൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഫുൾ മാർക്ക് എന്നാലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. വെറുതെ എക്സ്പ്ലനേഷൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കുള്ളത് കുറയാനുള്ള സാധ്യതയാണ് അവിടെ ഉണ്ടാവുക. സോ ലോ പേപ്പർ ആയതുകൊണ്ട് പല കുട്ടികൾക്കും പേടിയാണ് എനിക്ക് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത്. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എപ്പോഴും വിട്ട് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായും ഹൈ സ്കോറിലോട്ട് എത്താൻ സാധിക്കും. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഞാൻ ഈ പറഞ്ഞ ടെക്നിക്ക് ഫസ്റ്റ് മൊഡ്യൂൾ സൂപ്പറായിട്ട് പഠിച്ച് അവസാനിപ്പിക്കുക. ഞാൻ പറഞ്ഞു പാർട്ട് എയിലും പാർട്ട് സിയിലും റിപ്പീറ്റ് ആയിട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങൾ അതിലോട്ട് ഫോക്കസ് ചെയ്യുക. ഈ പറഞ്ഞ പാർട്ട് എയിലത്തെ ഒരു 10-15 ചോദ്യങ്ങൾ ഞാനൊരു 20 ചോദ്യങ്ങളുടെ സജഷൻസാണ് തന്നിട്ടുള്ളത് ഉറപ്പായും വരുന്നത്. അത് നോക്കി പഠിച്ച് അവസാനിപ്പിക്കാൻ അധികം സമയം വേണ്ട. എസ് ആണെങ്കിലും 2-3 എണ്ണം ഞാൻ പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് 1-2 ഷുവറായിട്ട് ലഭിച്ചിരിക്കും. പിന്നെ നിങ്ങൾ പാസ്സാവാണ്ടിരിക്കുകയോ ഒരു പ്രശ്നമില്ല, പാസ്സായിരിക്കും. ഓക്കെ, സോ നല്ല രീതിയിൽ പഠിക്കുക, നല്ല രീതിയിൽ എക്സാം പ്രസൻറ്റ് ചെയ്യുക. സോ നാളെ എക്സാമിന് ശേഷം എക്സാം റിവ്യൂ ആയിട്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്.